പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും വാണിഭം നടത്തുകയും ചെയ്ത കുപ്രസിദ്ധ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ഭാഷാശാസ്ത്രജ്ഞനും ചിന്തകനുമായ നോം ചോസ്കി എന്നിവരാണ് ഇത്തവണ ചിത്രത്തിലുള്ളത്. എപ്സ്റ്റീൻ ഫയൽസ് മുഴുവനായി പുറത്തുവിടാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ചിത്രങ്ങൾ പുറത്തു വന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട 68 ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സെനറ്റിന്റെ ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതിൽ യുവതികൾക്കൊപ്പം ബിൽ ഗേറ്റ്സ്, നോം ചോസ്കി എന്നിവരെ കാണാനാകും. എന്നാൽ ഇവർ എന്തെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്ന് സൂചിപ്പിക്കുന്നതല്ല ഈ ചിത്രങ്ങൾ. എപ്സ്റ്റീന്റെ എസ്റ്റേറ്റിൽ നിന്ന് ലഭിക്കുകയും കഴിഞ്ഞ ആഴ്ച ഓവർസൈറ്റ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്ത 95,000 ചിത്രങ്ങളിൽ നിന്നാണ് ഈ ഫോട്ടോകൾ പുറത്തുവിട്ടത് എന്നാണ് ഡെമോക്രാറ്റ് നേതാക്കൾ പറയുന്നത്. വിവിധ യാത്രാരേഖകൾ, റഷ്യയിൽ നിന്നുള്ള ഒരു 18 വയസ്സുകാരിയെക്കുറിച്ചുള്ള ടെക്സ്റ്റ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് എന്നിവയും ചിത്രങ്ങളിലുണ്ട്. ഇതിലൊരു ചിത്രത്തിൽ സ്ത്രീകളെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടാണ് ഉള്ളത്. ഒരു പെൺകുട്ടിക്ക് $1000 ചോദിക്കുന്നു. പെൺകുട്ടികളെ അയക്കാം എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളും അതിൽ കാണാം. പെൺകുട്ടികളുടെ പേര്, രാജ്യം, ഭാരം, നീളം എന്നിങ്ങനെ വ്യക്തി വിവരങ്ങളും ആ ചാറ്റിൽ പങ്കുവെക്കുന്നുണ്ട്. ബിൽ ഗേറ്റ്സ് ഒരു യുവതിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. നോം ചോസ്കി ആകട്ടെ എപ്സ്റ്റീനൊപ്പം വിമാനത്തിൽ ഇരിക്കുന്നതും ഇവർക്ക് പുറമെ ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനൻ, സിനിമാ സംവിധായകൻ വുഡി ആലൻ, ന്യൂയോർക്ക് ടൈംസിലെ കോളമിസ്റ്റായ ഡേവിഡ് ബ്രൂക്സ് ഉൾപ്പെടെയുള്ളവർ ചിത്രങ്ങളിലുണ്ട്. ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ സൂചന അല്ലെന്ന് പറയുമ്പോഴും എപ്സ്റ്റീന്റെ ബന്ധങ്ങളെ തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. മറിച്ച് ചിന്തിച്ചാൽ ഈ വമ്പന്മാർക്ക് എപ്സ്റ്റീനുമായുള്ള ബന്ധവും. അമേരിക്കൻ ജനതയ്ക്ക് മുൻപാകെ സുതാര്യത ഉറപ്പാക്കാനായി കൂടുതൽ ചിത്രങ്ങളും രേഖകളും പുറത്തുവിടുന്നത് തുടരുമെന്നാണ് ഓവർസൈറ്റ് കമ്മിറ്റി അംഗം പ്രതികരിച്ചത്. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നാൽ അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും ചലനങ്ങൾ ഉണ്ടായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും ഒക്കെ പേരുകൾ പരാമർശിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇന്ത്യക്ക് ഉടൻ പുതിയ പ്രധാനമന്ത്രി വരുമെന്ന പ്രതികരണവും നടത്തിയിരുന്നു. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരുന്നത് വലിയ ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ബാധിച്ചേക്കാമെന്നും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ മാസമാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ചില അപവാദങ്ങൾ ഒഴികെയുള്ള ഫയലിലെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കോൺഗ്രസ് ബിൽ സെനറ്റ് പാസാക്കിയത്. അത് പുറത്തുവിടാൻ 1 മാസത്തെ സമയമായിരുന്നു അനുവദിച്ചതും. ആ പരിധി അവസാനിക്കാൻ വെറും 48 മണിക്കൂർ മാത്രമുള്ളപ്പോഴാണ് നിലവിൽ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഈ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. നീതിന്യായ വകുപ്പിന്റെ പക്കലുള്ള എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസ് ബില്ലിനെ മാസങ്ങളോളം ട്രംപ് എതിർത്തതാണ്. പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് പിന്തുണയ്ക്കുന്നവരിൽ നിന്നും സമ്മർദ്ദം ശക്തമായതോടെയാണ് ട്രംപിന് വഴങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ മാസം 19-നായിരുന്നു ബില്ലിൽ ട്രംപ് ഒപ്പുവെച്ചത്.